ദാറുൽ ഉലൂം ദയൂബന്ദ് സർവകലാശാലയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശിലെ മുഹമ്മദ് അലി ജൗഹർ സർവകലാശാല കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുവാനുള്ള പരിശ്രമം കൂടി നടക്കുകയാണ് എന്ന വാർത്തകൾ ഉത്തർപ്രദേശിൽ നിന്നും വരികയാണ്. ദാറുൽ ഉലൂം കെട്ടിടത്തിനടിയിൽ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും സർവകലാശാല കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ വാർത്ത 3 ദിവസം മുൻപാണ് നമ്മൾ ഈ സുപ്രഭാതം ഓൺലൈനിലൂടെ അറിയിക്കുന്നത്. ഇതിന് പുറമെയാണ് ഉത്തർപ്രദേശിലെ മുഹമ്മദ് അലി ജൗഹർ സർവകലാശാല കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുവാനുള്ള ഒരു നീക്കം അധികൃതരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ നടത്തുന്നത് എന്ന വാർത്ത ഇപ്പോൾ അവിടെ നിന്ന് വരികയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, എന്തായാലും ഇത്തരമൊരു അവസ്ഥ, ഒരു ആരോപണം അങ്ങ് ഉന്നയിക്കുക, ആ ആരോപണത്തിന്റെ പിന്നാലെ ഒരു കേസ് ഫയൽ ചെയ്യുക, ആ കേസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പരിശോധിക്കാൻ വേണമെങ്കിൽ പരിശോധിക്കാം എന്ന ഉത്തരവ് സമ്പാദിക്കുക, അതിൻ്റെ മറവിൽ ഒരു സ്ഥാപനം പൊളിച്ചു നീക്കുക, അങ്ങനെ ഒരു മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായി ഇരു വിഭാഗങ്ങൾക്കും ആരാധന നിർവഹിക്കുവാനോ ഇരു വിഭാഗങ്ങൾക്കുമുള്ള ആ ഒരു തരത്തിലുള്ള സമവായം എത്തിക്കുക, അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പൂർണ്ണമായും തടയിടുക എന്ന തരത്തിലുള്ള ഗൂഢമായ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ദയൂബന്ദിന് ശേഷമാണ് മുഹമ്മദ് അലി ജൗഹർ സർവകലാശാലയുടെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കും. ഈ നീക്കത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. സർവകലാശാല ക്യാമ്പസിലെ 40 കെട്ടിടങ്ങളിൽ 38 കെട്ടിടവും പൊളിച്ചു നീക്കാനാണ് റാംപൂർ വികസന അതോറിറ്റി അഥവാ RDA നൽകിയ നോട്ടീസിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ശക്തമായിട്ട് തന്നെ ഈ ഒരു നീക്കത്തിനെതിരെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുഹമ്മദ് അലി ജൗഹർ സർവകലാശാല എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ പഴയ സർവകലാശാലകളുടെ കൂട്ടത്തിലുള്ള ഒരു സർവകലാശാലയാണ്. അതോടൊപ്പം തന്നെ ഉന്നത നിലവാരം, ഇപ്പോൾ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വിവിധ മുസ്ലിം സർവകലാശാലകൾ ആ സംസ്ഥാനത്ത് നിലകൊള്ളുന്നുണ്ട്. അവിടെ അത്തരത്തിലുള്ള ഒരു ഐക്കണും വേണ്ട എന്നൊരു ഭരണകൂടം തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യും എന്നതാണ് ഒരു ചോദ്യം. ഏകപക്ഷീയവും പ്രതികാര ബുദ്ധിയോടെയുമുള്ള നടപടി എന്നാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. ഈ നടപടികളൊക്കെ ഉടനടി നിർത്തിവെക്കണമെന്നും സംഘടനകൾ ഉത്തർപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജൗഹർ സർവകലാശാല മുതിർന്ന സമാജ്വാദി നേതാവും മുൻ മന്ത്രിയുമായ അസം ഖാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അസം ഖാനെതിരെയുള്ള രാഷ്ട്രീയ പകപോക്കലാണ് ഈ നടപടിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വക്താവ് RQR ഇല്യാസ് തന്റെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടപ്പോൾ പൊതുജനങ്ങളുടെ ത്യാഗവും പരിശ്രമവും കൊണ്ട് കെട്ടിപ്പടുത്ത ഇത്തരം വിജ്ഞാന കേന്ദ്രങ്ങളെ തകർക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ തടയുവാനുള്ള ഗൂഢശ്രമമാണ് എന്നും ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. കെട്ടിടങ്ങൾ ആവശ്യമായ അനുമതിയില്ലാതെയാണ് നിർമ്മിച്ചത് എന്ന റാംപൂർ വികസന അതോറിറ്റിയുടെ വാദം ബോർഡ് പൂർണ്ണമായും തള്ളുകയാണ്. നിർമ്മാണ സമയത്ത് ആ പ്രദേശം RDAയുടെ പരിധിയിലായിരുന്നില്ല. അതിനാൽ പ്ലാനുകൾക്ക് അനുമതി വാങ്ങേണ്ട നിയമപരമായ ബാധ്യത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയും പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വ്യക്തി നിയമ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാന്റെ നേതൃത്വത്തിലുള്ള മുഹമ്മദ് അലി ജൗഹർ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സർവകലാശാല. ക്യാമ്പസിലെ കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചതാണെന്നും മതിയായ അനുമതികൾ വാങ്ങിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് റാംപൂർ വികസന അതോറിറ്റിയുടെ നടപടി. 15 ദിവസത്തിനകം കെട്ടിടങ്ങൾ നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം അതോറിറ്റി നേരിട്ട് പൊളിച്ചു നീക്കും എന്നുമാണ് നൽകിയിട്ടുള്ള ആ നോട്ടീസിലുള്ളത്. നിർമ്മാണ സമയത്ത് പ്രദേശം RDA പരിധിയിൽ ആയിരുന്നില്ലെന്ന സർവകലാശാലയുടെ വാദവും അധികൃതർ തള്ളിക്കളയുകയാണ്. അതേസമയം പൊളിക്കൽ നടപടികൾ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായവും കൗൺസിലിംഗും നൽകുവാനും ജില്ലാ ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾസിനെ ചുമതലപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ ആണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ RDA സമ്പാദിച്ചിട്ടുണ്ട്. പൊളിക്കൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇപ്പോഴുള്ള അവരുടെ നീക്കം എന്ന് പറയുന്നത്. 40-ൽ 38 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. എന്താകും എന്ന് കണ്ടറിയുക തന്നെ. Waytonikah.com, the exclusive Muslim matrimonial site.